ഡൽഹിയിൽ വിദ്യാർത്ഥിനി ആസിഡ് ആക്രമണത്തിനിരയായി. ഡൽഹി സർവകലാശാലയിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ആസിഡ് ആക്രമണമുണ്ടായത്. വിവരങ്ങൾ അർജുൻ പീതാംബരൻ നൽകും. അർജുൻ, എപ്പോഴായിരുന്നു സംഭവം? പെൺകുട്ടിക്ക് ഗുരുതരമായ പൊള്ളലുണ്ടോ? പ്രതികളെ പിടിച്ചോ? ഇന്ന് രാവിലെ ഈ പെൺകുട്ടി കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ഈ ആക്രമണം ഉണ്ടായത്. പെൺകുട്ടി ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ലക്ഷ്മിബായ് കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. 3 സംഘം ബൈക്കിലെത്തിയാണ് പെൺകുട്ടിക്ക് നേരെ 20 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയത്. പെൺകുട്ടി കൈകൊണ്ട് മുഖത്തേക്കാണ് ആസിഡ് ഒഴിച്ചത്. പക്ഷെ കൈകൊണ്ട് തടയാൻ ശ്രമിച്ചു. കയ്യിലും മുഖത്തുമാണ് പൊള്ളലേറ്റിരിക്കുന്നത്. ഇതിൽ കയ്യിലെ പൊള്ളൽ അല്പം ഗുരുതരമാണ്. മുഖത്ത് സാരമായി പരിക്കേറ്റില്ല. പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുന്നു. പക്ഷേ അപകടനില തരണം ചെയ്തു എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ പ്രതികളെ 3 പേരും ബൈക്കിൽ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. 3 പേരും ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. അതിൽ ജിതേന്ദ്ര, അതുപോലെ അർമാൻ, ഇഷാൻ, ഈ 3 പേരാണ് പ്രതികൾ. ഇതിൽ ജിതേന്ദ്ര എന്ന് പറയുന്ന പ്രതിയെ പെൺകുട്ടിക്ക് കുറച്ചു നാളായി അറിയാം. പെൺകുട്ടിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന വ്യക്തിയാണ്. 1 മാസം മുൻപ് പെൺകുട്ടിയുമായി ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി എന്നുള്ള കാര്യം ഇപ്പോൾ പെൺകുട്ടി തന്നെ മൊഴിയായി പോലീസ് മുൻപാകെ നൽകിയിട്ടുമുണ്ട്. എല്ലാവരും ഡൽഹി സ്വദേശികൾ തന്നെയാണ്. വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ അശോക് വിഹാറിൽ തന്നെയാണ് ഇവരുടെ എല്ലാവരും വീട്. അവിടെ മുഗൽപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എന്തായാലും പ്രതികളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇവരെ പിടികൂടിയ ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലും ഇതിന് പിന്നിൽ ഈ ആക്രമണത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോലീസ് കണ്ടെത്തുകയും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാമെന്നുള്ള കാര്യമെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. നിലവിൽ തൃപ്തികരമാണ് നില എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വിദ്യാർത്ഥിനിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ പ്രതികളെ കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. പോലീസ് അന്വേഷണം നടത്തിവരികയാണ്.